നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ഉത്തരവുമായി ടോപ്പ് 18 ആരംഭിക്കുകയാണ്. സജി ചെറിയാൻ മന്ത്രിയായി. അങ്ങനെ 182 ദിവസങ്ങൾക്ക് ശേഷം സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. രണ്ടാം ഊഴത്തിൽ പഴയ വകുപ്പുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. തീരദേശ മേഖലയ്ക്ക് ഊന്നൽ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ UDF ചടങ്ങ് ബഹിഷ്കരിച്ചു. BJP നേതാക്കളും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. സജി ചെറിയാൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തിന്റെ മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവവും പ്രതിജ്ഞ ചെയ്യും. പിണറായി മന്ത്രിസഭയിലേക്ക് സജി ചെറിയാന്റെ മടക്കത്തിന് അതിവേഗം. രാജ്ഭവനിലാണ് ചടങ്ങിൽ. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറമെ ഇടതുമുന്നണി നേതാക്കളും സജി ചെറിയാന്റെ കുടുംബവും നാട്ടുകാരും പങ്കെടുത്തു. ഗവർണറും മുഖ്യമന്ത്രിയും പൂച്ചെണ്ട് നൽകി പുതിയ മന്ത്രിയെ അനുമോദിച്ചു. ഗവർണറുടെ ചായ സൽക്കാരത്തിന് ശേഷം സജി സെക്രട്ടേറിയറ്റ് അനക്സിലെ പഴയ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. പ്രതിപക്ഷം സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു. BJP നേതാക്കളും പങ്കെടുത്തില്ല. മന്ത്രി കസേരയിൽ തിരിച്ചെത്തിയെങ്കിലും വിവാദ പ്രസംഗത്തിന്റെ പേരിലുള്ള നിയമപോരാട്ടം സജി ചെറിയാൻ തുടരേണ്ടിവരും. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സജി ചെറിയാന് പഴയ വകുപ്പുകളെല്ലാം തിരിച്ചു നൽകി. സിനിമ, സാംസ്കാരികം, ഫിഷറീസ്, യുവജനകാര്യ വകുപ്പുകളാണ് സജി ചെറിയാൻ തുടർന്നും കൈകാര്യം ചെയ്യുക. സിനിമ, സാംസ്കാരിക വകുപ്പുകൾ VN വാസവനാണ് കൈകാര്യം ചെയ്തിരുന്നത്. യുവജനകാര്യം PA മുഹമ്മദ് റിയാസും ഫിഷറീസ് വകുപ്പ് V അബ്ദുറഹ്മാനുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. സജി ചെറിയാനെ നിയമവ്യവസ്ഥ പ്രകാരം കുറ്റവിമുക്തനാക്കിയിട്ടില്ലെന്ന് VD സതീശൻ. സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തുകയോ വീഡിയോ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല. ഗോൾവാൾക്കറുടെ വിചാരധാരയിലെ കാര്യങ്ങളാണ് സജി ചെറിയാൻ പറഞ്ഞത്. UDF ഗവർണറുടെ കൂടെയുമല്ല മുഖ്യമന്ത്രിയുടെ കൂടെയുമല്ല എന്നും സതീശൻ പറഞ്ഞു. സജി ചെറിയാൻ വിഷയത്തിൽ ഗവർണർ മലക്കം മറിഞ്ഞെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തിയ ചില ഓപ്പറേഷനുകളെ തുടർന്നാണോ ഗവർണറുടെ നിലപാട് മാറ്റം എന്ന് സംശയിക്കുന്നതായി മുരളീധരൻ ആരോപിച്ചു. സജി മന്ത്രിയായാൽ വീണ്ടും രാജിവെക്കേണ്ടി വരുമെന്ന് BJP ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. സജി ചെറിയാൻ രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നും BJP വ്യക്തമാക്കി. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയിലടക്കം നിലപാട് മാറ്റിയ ഗവർണർ സർക്കാരുമായി വീണ്ടും അടുക്കുകയാണോ? പറഞ്ഞു തെറ്റിയെന്ന് കരുതിയവർക്ക് തെറ്റിയോ? ബജറ്റ് സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങാനുള്ള തീരുമാനം അതാണ് സൂചിപ്പിക്കുന്നത്. സർവകലാശാല വിഷയത്തിൽ തുടങ്ങിയ ഭിന്നത മുഖ്യമന്ത്രിയും ഗവർണറും നേരിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ നീണ്ടു. ഇടതുമുന്നണിയുടെ രാജ്ഭവൻ മാർച്ച് ഗവർണർക്ക് പ്രതിരോധം തീർത്ത BJP, ഇരുപക്ഷത്തെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷം. അത്തരത്തിൽ അത്യന്തം സംഘർഷം നിറഞ്ഞ സർക്കാർ ഗവർണർ ബന്ധം അതാണ് സമവായ വഴിയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. സർക്കാരിനെ അധികം സമ്മർദ്ദത്തിലാക്കാതെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയ ഗവർണറാണ് വിട്ടുവീഴ്ചയുടെ സൂചനകൾ ആദ്യം നൽകിയത്. അത് അംഗീകരിച്ച് സർക്കാരും അതേ മാർഗത്തിലെത്തി. സർക്കാരിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന ഗവർണറെ കൊണ്ട് സർക്കാരിന്റെ നയം ഉടൻ പ്രഖ്യാപിക്കേണ്ട എന്നതായിരുന്നു മുൻ നിലപാട്. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം അവസാനം ചേർന്ന നിയമസഭാ സമ്മേളനം ഈ മാസവും തുടരാൻ ആലോചിച്ചത്. എന്നാൽ നിയമസഭയുടെ 7ാം സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി ഗവർണറെ അറിയിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതോടെ പുതിയ കലണ്ടർ വർഷത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം തുടങ്ങേണ്ടി വരും. നിയമസഭയുടെ ബജറ്റ് സമ്മേളനമാണ് ഇനി ചേരേണ്ടത്. ജനുവരി അവസാന ആഴ്ച നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ചേരും. നാളത്തെ മന്ത്രിസഭാ യോഗം ഇതിന്റെ സമയക്രമം നിശ്ചയിക്കും. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി ആലോചിച്ചാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്.
സർവകലാശാല ഭേദഗതി അടക്കമുള്ള പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ തുടർന്ന് എന്ത് സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിനോട് വ്യക്തിപരമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യോജിപ്പില്ലായിരുന്നു. എങ്കിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം എന്ന നിലയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുകയാണ് ഉണ്ടായത്. സർക്കാരും അതുതന്നെയാണ് ചെയ്യുന്നത്. നയപ്രഖ്യാപന പ്രസംഗമെന്ന ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഗവർണറെ സർക്കാരും അനുവദിക്കും. എത്രനാൾ ഈ മഞ്ഞുകലും സമവായ പാതയും ഇരുപക്ഷവും തുടരുമെന്നതാണ് അറിയേണ്ടത്. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഗവർണറെയും സർക്കാരിനെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഓപ്പറേഷൻ ഡൽഹിയാണ് എല്ലാറ്റിനും പിന്നിലെന്നാണ് പ്രതിപക്ഷത്തിനിടയിലെ സംസാരം. ഏതായാലും സർക്കാരിനെതിരായ ആരോപണങ്ങളിലെ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് UDF ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ഗവർണറും ഗവൺമെന്റും ഒന്നാണ് എന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷം എന്നും നെഗറ്റീവാണ് എന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഗവർണർക്കും ഗവൺമെന്റിനും ഭരണഘടനാപരമായ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും അത് ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഗവർണർക്കെതിരെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നും കാനം വ്യക്തമാക്കി. വ്യവസായത്തിനും സംരംഭത്തിനും അനുകൂലമായി കേരളം മാറി എന്ന് സർക്കാർ വേദികൾ തോറും പ്രസംഗിക്കുകയാണ്. വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഒരു സ്ഥാപനം പൂട്ടാൻ കാരണമോ ഇടതുപക്ഷ തൊഴിലാളി സംഘടനയായ CITU. ഇറക്കുകൂലി തന്നെയാണ് VRL ലോജിസ്റ്റിക്സിന്റെ ഏലൂരിലെ വെയർഹൌസ് പൂട്ടാൻ ഇടയാക്കിയത്. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പോരിൽ തൊഴിൽ രഹിതരായ 100-ലേറെ പേര് ഉണ്ട്. ഒരു ടൺ ചരക്ക് കയറ്റിറക്കുന്നതിനായി 140 രൂപയാണ് തൊഴിലാളികൾക്ക് നൽകി വന്നത്. ഇത് ഒറ്റയടിക്ക് 200 ഉയർത്തണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടു. 20 രൂപ വർദ്ധിപ്പിച്ച് 120 രൂപ നൽകാമെന്ന് മാനേജ്മെന്റ് സമ്മതിച്ചു. INTC തൊഴിലാളികൾ ഇതിനോട് യോജിച്ചു. എന്നാൽ 200-ൽ താഴെയുള്ള കൂലി അംഗീകരിക്കില്ലെന്ന കർശന നിലപാടിൽ CITU ഉറച്ചുനിന്നു. ഇതോടെ സ്ഥാപനം അടച്ചുപൂട്ടുകയാണെന്നറിയിച്ച് കമ്പനി ലേബർ ഓഫീസർക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. ഇവിടുത്തെ ഇതിന്റെ എഗ്രിമെന്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് അതിനോട് അനുബന്ധിച്ച് നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കണം ഇതായിട്ട്. അപ്പൊ നമ്മളൊരു റേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേലെ മറ്റ് യൂണിയൻ അതിന്റെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഈ സ്ഥാപനം നിലനിന്ന് പോകണം, INTCയുടെ ഇത് നിലനിന്ന് പോകണമെന്നുള്ള ഇതാണ്. ഏലൂർ വെയർഹൌസിലേക്കുള്ള ചരക്ക് വരവ് ഒരാഴ്ചയായി നിർത്തിവച്ചിരിക്കുകയാണ്. കയറ്റിറക്ക് തൊഴിലാളികൾ, കമ്പനി ജീവനക്കാർ, ഡ്രൈവർമാർ, സുരക്ഷാ ജീവനക്കാർ തുടങ്ങി 100-ലധികം പേരാണ് തൊഴിൽരഹിതരായത്. ഇവിടെ ഒരു 3 ബാച്ചാണ്, 3 ഷിഫ്റ്റില് 22 വെച്ചാണ് ഇതില് 63 പേര് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് 3 ഷിഫ്റ്റായിട്ട്. അതില് ഒരുമിച്ച് CITയും തൊഴിലാളി മാത്രം കേട്ടാ. അത് CITയും അതിന് ഒരുമിച്ച് വിഷയങ്ങൾ ഇവിടെ ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് വിഷയം വന്നപ്പോഴാണ് ഇത് അടക്കാനുള്ള തീരുമാനം അയക്കണം തോന്നുന്നു. വ്യവസായ മന്ത്രി P രാജീവിന്റെ മണ്ഡലത്തിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലെ വ്യാവസായിക സ്ഥിരാകേന്ദ്രവുമാണ് ഏലൂർ. മന്ത്രിയും CITU നേതാക്കളും അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഏലൂർ HIL-ൽ ജീവനക്കാരുടെ പ്രതിഷേധം. 8 മാസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ യൂണിറ്റ് ഹെഡ് PD സംഗ്പാലിനെ തടഞ്ഞുവെച്ചു. കൗൺസിലർ KRK പ്രസാദ് നേതൃത്വത്തിലായിരുന്നു സമരം. പോലീസ് എത്തി ചർച്ചകൾ നടത്തിയതിനെ തുടർന്ന് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന ഹോട്ടലുകളിൽ നടന്നു. കണ്ണൂരിൽ മാത്രം 58 ഹോട്ടലുകളിൽ നിയമലംഘനം കണ്ടെത്തി. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു.
സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 48 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. ഇതിൽ 18 എണ്ണം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചവയാണ്. 30 സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ പരിശോധന തുടരുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. കോട്ടയത്ത് വിഷബാധയ്ക്ക് പിന്നാലെ നഴ്സ് മരിച്ച സംഭവത്തിൽ പോലീസ് നടപടിയിൽ വീഴ്ച ആരോപിച്ച് കുടുംബം. പ്രാഥമിക വിവര റിപ്പോർട്ടിൽ അടക്കം ഭക്ഷ്യവിഷബാധ എന്നെഴുതാത്തത് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം രംഗത്ത് വന്നത്. അതേസമയം ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കാനാണ് പോലീസ് തീരുമാനം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഹോട്ടൽ തുറന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ നഗരസഭ സസ്പെൻഡ് ചെയ്തു. ഭക്ഷ്യവിഷബാധയ്ക്ക് പിന്നാലെ നഴ്സ് മരിച്ച സംഭവത്തിൽ നടപടികൾ വൈകുമെന്ന സൂചനയാണ് ഒടുവിൽ പുറത്തുവരുന്നത്. പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിനെതിരെ കുടുംബം രംഗത്ത് വന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ചേച്ചിക്ക് ഈ ശാരീരിക അസ്വസ്ഥത ഉണ്ടായത്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല. ശാരീരിക അസ്വസ്ഥതകൾ മൂലം വയറ്റുവേദനയും കാര്യങ്ങളൊക്കെ മൂലം ആശുപത്രി അഡ്മിറ്റ് ആയെന്നാണ്. ഈ ഒരു കാര്യം എഴുതിയിട്ടില്ല. ഇങ്ങനെ അവർ എഴുതിയിരിക്കുന്നത്. നമ്മളവിടെ കാര്യങ്ങൾ ഇന്നലെയും സ്റ്റേഷനിൽ ചെന്നപ്പോഴൊക്കെ ഞാൻ ആ കാര്യം പറഞ്ഞതാണ്. എന്നെ ഇവരോടും പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വെച്ചും പറഞ്ഞാണ്. ഡോക്ടർമാരോടും എല്ലാവരോടും പറഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. മലപ്പുറം കുഴിമന്തി ഹോട്ടലിൽ നിന്ന് തന്നെയാണോ രശ്മി ഭക്ഷണം വാങ്ങിയെന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് ശാസ്ത്രീയ തെളിവുകൾ തേടുകയാണ്. ഇക്കാര്യത്തിൽ മൊബൈൽ ഫോണിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ആന്തരാവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവരാതെ ഭക്ഷ്യവിഷബാധ എന്ന് സ്ഥിരീകരിച്ച് അന്വേഷണം നടത്താനാകില്ല എന്നും പോലീസ് പറയുന്നു. അതിനിടെ ലൈസൻസ് ഇല്ലാതെ ഹോട്ടലിന്റെ അടുക്കള പ്രവർത്തിച്ച സംഭവത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ MR സുനുവിനെ നഗരസഭ സസ്പെൻഡ് ചെയ്തു. ഹെൽത്ത് സൂപ്പർവൈസർക്ക് വീണ്ടും നമ്മൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിന് തീരുമാനിച്ചത്. ഇതിന്റെ മുഴുവൻ പൂർണ്ണ ഉത്തരവാദിത്തം ഭക്ഷ്യസുരക്ഷാ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ബാക്കി കാര്യങ്ങളിൽ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇതോടെ നഗരസഭയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് ജീവനക്കാരുടെ സംഘടന രംഗത്ത് വന്നു. ന്യൂസ് 18 കോട്ടയം. യുവസംവിധായിക നയന സൂര്യന്റെ മൃതദേഹം കണ്ടെത്തിയ മുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നു എന്നതിൽ അവ്യക്തത. ഇറുകെ അടഞ്ഞിരുന്ന വാതിൽ തുറന്നൊപ്പമുണ്ടായിരുന്നവർ ഒന്നിലേറെ തവണ തള്ളിയപ്പോഴാണ് സുഹൃത്ത് മെറിൻ ന്യൂസ് 18 പറഞ്ഞു. ഇതുവരെ കരുതിയിരുന്നത് നയനയുടെ മൃതദേഹം കണ്ടെത്തിയ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എന്ന തരത്തിലാണ്. കുറ്റിയിടുകയോ പൂട്ടുകയോ ചെയ്തിരുന്നോ എന്നതിൽ ഉറപ്പില്ലെന്നാണ് മൃതദേഹം കണ്ടെത്തിയ ദിവസം വീട്ടിലെത്തിയ നയനയുടെ സുഹൃത്ത് മെറിൻ പറയുന്നത്. റൂമിന്റെ അവിടെ എത്തി ഞാനത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ മേളിൽ എനിക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. അത് മേളിൽ കുറ്റിയിട്ടേക്കുന്ന സ്റ്റക്കായിട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ അകത്ത് ഭയങ്കര ഇരുട്ടാണ്. അപ്പം പോലീസിനെ ഞങ്ങൾ വിളിച്ചു. പോലീസിനെ പറഞ്ഞാൽ പോലീസ് നിങ്ങൾ തുറന്നോളാൻ പറഞ്ഞു. ശക്തി പ്രയോഗിച്ച് തുറന്നോളാൻ പറഞ്ഞു. തുറന്നു കഴിഞ്ഞ് ഞാൻ ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആള് എന്താ പറയുക കിടക്കുകയാണ്, പാവിരിച്ചിട്ടുണ്ട്. സ്വയം ശരീരത്തെ പീഡിപ്പിച്ച് നയന മരിക്കുമെന്ന് കരുതുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് വിചിത്രം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടാൽ ആർക്കും മരണത്തിലെ ദുരൂഹത വ്യക്തമാകും. ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ലെന്ന് മനസ്സിലാകുന്നില്ലെന്നും സുഹൃത്തിന്റെ പ്രതികരണം. ഞാൻ കണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഐ റിയലി ഡോണ്ട് തിങ്ക് എനിബഡി കെൻ ഡു ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഇൻഫ്ലിക്ഷൻ അപ്പോൺ ദംസെൽവ്സ്. അതായത് ഒറ്റയ്ക്ക് തന്നെത്താൻ ഇരുന്ന് ഇത്രയും എന്താ പറയുക ക്രൂരമായി ഒരാളെ തന്നെ പരിക്കേൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ആ റിപ്പോർട്ട് കണ്ടിട്ട് തോന്നുന്നേയില്ല. കേസിൽ DCP നിർദ്ദേശിച്ച പ്രകാരമുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DCRBAC JK ദിനിൽ ഇന്നോ നാളെയോ സമർപ്പിക്കും. മാധ്യമപ്രവർത്തകൻ KM ബഷീർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശ്രീറാം വെങ്കിട്ടരാമന് കേസിന്റെ ആദ്യഘട്ടത്തിൽ പഴുതു നൽകിയ അതേ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് നയനയുടെ കേസും ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്കെതിരെ പാർട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അഷ്റഫാണ് അന്വേഷണ കമ്മീഷൻ. അടൂരിൽ 6 കോടിയുടെ ഫാം സ്വന്തമാക്കിയെന്നാണ് ജില്ലാ സെക്രട്ടറി AP ജയനെതിരായ ആക്ഷേപം. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് പാർട്ടിക്ക് പരാതി നൽകിയത്. തൃക്കാക്കര ബലാത്സംഗ കേസിൽ CI PR സുനുവിന് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് റിപ്പോർട്ട്. സുനുവിനെതിരെ തെളിവില്ലെന്നും ഭർത്താവിന്റെ സമ്മർദ്ദം കൊണ്ടാണ് പരാതി നൽകിയതെന്നും പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തൃക്കാക്കര ACPയുടെ റിപ്പോർട്ട് DGPക്ക് കൈമാറി. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സർക്കിൾ ഇൻസ്പെക്ടർ PR സുനു ബലാത്സംഗ കേസിൽ പ്രതിയല്ലെന്നാണ് തൃക്കാക്കര പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൂട്ടബലാത്സംഗമെന്നായിരുന്നു യുവതിയുടെ പരാതി.
മറ്റൊരു കേസിൽ പ്രതിയായ തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഇടപെടാമെന്ന് വാഗ്ദാനം ചെയ്യുകയും കൊച്ചിയിലെ 2 സ്ഥലങ്ങളിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നുമാണ് കേസ്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായതോടെ സുനുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സുനുവിനെ വിളിച്ചുവരുത്തി തൃക്കാക്കരയിൽ ചോദ്യം ചെയ്തു. പരാതിക്കാരിയായ യുവതിയിൽ നിന്നും മൊഴിയെടുത്തു. എന്നാൽ ഭർത്താവിന്റെ സമ്മർദ്ദം കാരണമാണ് സിഐക്കെതിരെയുള്ള പരാതിയെന്ന് പരാതിക്കാരി തന്നെ മൊഴി നൽകിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ബലാത്സംഗം നടന്നുവെന്ന് യുവതി പറയുന്ന സമയത്ത് സുനു മറ്റൊരിടത്തായിരുന്നുവെന്നതിന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായതിനെ തുടർന്ന് പിരിച്ചുവിടൽ നടപടിയുടെ ഭാഗമായി സുനുവിനോട് നേരിട്ട് ഹാജരാകാൻ DGP നോട്ടീസ് നൽകിയിട്ടും ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇയാൾ ഹാജരായില്ല. DGPക്ക് നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സുനുവിനെ പിരിച്ചുവിട്ടേക്കുമെന്നും സൂചനയുണ്ടായിരുന്നു. അതിനിടയിലാണ് ബലാത്സംഗ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയുള്ള പോലീസിന്റെ നിർണായക റിപ്പോർട്ട്. 9 ക്രിമിനൽ കേസിലെ പ്രതിയായ PR സുനുവിനെതിരെ 15 വകുപ്പുതല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ടോപ്പ് 18 തുടരും ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ PK രാജുവിനെതിരായ UDF കൗൺസിലർമാരുടെ പരാതിയിൽ അന്വേഷണം അവസാനിപ്പിച്ച് മ്യൂസിയം പോലീസ്. വനിതാ കൗൺസിലർമാർക്ക് നേരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിലെ അന്വേഷണമാണ് തെളിവുകൾ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ അവസാനിപ്പിക്കുന്നത്. UDF കൗൺസിലർമാർക്കെതിരെ VK രാജു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസ് കേസ് ഡയറി ഹാജരാക്കിയില്ല. തിരുവനന്തപുരം 7ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വെഞ്ഞാറമൂട് പോലീസിനോട് കേസ് ഡയറി ആവശ്യപ്പെട്ടത്. ഇതോടെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 9 മാറ്റിവെച്ചു. ഇനി കലോത്സവ വാർത്തകളിലേക്കാണ്. കലാമധുരം. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിലെ ജില്ലകളിൽ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കേവലം 3 പോയിന്റിനാണ് കണ്ണൂർ മുന്നിൽ നിൽക്കുന്നത്. 428 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. ആതിഥേയരായ കോഴിക്കോട് 425 പോയിന്റുമായി തൊട്ടുപിന്നിലുണ്ട്. പാലക്കാട് 424 പോയിന്റുകളോടെ 3ാം സ്ഥാനത്തും നിൽക്കുന്നു. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ. സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെട്ട സംഗീതശില്പത്തിൽ ഭീകരനായി എത്തിയ വ്യക്തിയുടെ വേഷം മുസ്ലിം മതസ്ഥരുടേതായി ചിത്രീകരിച്ചെന്ന ആരോപണം. സാഹോദര്യവും മതമൈത്രിയും ദേശസ്നേഹവുമെല്ലാം പറയുന്ന ദൃശ്യാവിഷ്കാരത്തിൽ മുസ്ലിം വേഷധാരിയെ തീവ്രവാദിയായി ചിത്രീകരിച്ച് ആകർഷികമല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് FB കുറിപ്പിൽ ആരോപിച്ചു. ഇസ്ലാമോഫോബിയയുടെ നേർചിത്രമാണിത്. ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിയാനാകില്ലെന്നും സംഭവത്തിൽ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കവിയും ഗാനരചയിതാവുമായ BR പ്രസാദ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് 2 മാസത്തോളമായി തിരുവനന്തപുരത്തും കോട്ടയത്തുമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച ആലപ്പുഴ മങ്കൊമ്പിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. സിനിമാ ഗാനങ്ങളിലും മലയാണ്മ തുളുമ്പുന്ന കവിത ചാലിച്ചതായിരുന്നു BR പ്രസാദിന്റെ രചനകൾ.
ടെലിവിഷൻ അവതാരകൻ എന്ന നിലയിലും നാടക എഴുതാവെന്ന നിലയിലും പ്രശസ്തനായിരിക്കായിരുന്നു ഗാനരംഗത്തേക്കുള്ള പ്രവേശനം. ഗ്രാമവിശുദ്ധി നിറഞ്ഞ ഒരുപിടി പാട്ടുകൾ ബാക്കിയാക്കിയാണ് BR പ്രസാദ് വിടവാങ്ങുന്നത്. ജലോത്സവത്തിലെ ഈ പാട്ട് മാത്രമല്ല, എഴുതിയ ഓരോ ഗാനത്തിലും കവിതയുടെ മരതകം പതിച്ചിരുന്നു BR പ്രസാദ്. ഒന്നാം കിളി പൊന്നാൻ കിളി എന്ന ഗാനത്തിലും ഇന്ന് മാഞ്ചിനെപ്പോൾ പൊള്ളിടുന്നു നീ കടം തന്ന ഒരു ഉമ്മയെല്ലാം എന്നെഴുതാൻ വൈഭവമുള്ളയാളായിരുന്നു പ്രസാദ്. ഒന്നാം കിളി പൊന്നാൻ കിളി വന്നാൻ കിളി മാവിന്മേൽ രണ്ടാം കിളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാം കിളി നാലാം കിളി എണ്ണാതതിലേറെ കിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താ തേൻപഴമേ. ആലപ്പുഴ മങ്കൊമ്പ് സ്വദേശിയായ BR പ്രസാദ് നാടകത്തിലൂടെയും ടെലിവിഷൻ അവതാരകൻ എന്ന നിലയിലുമാണ് സാധാരണക്കാർക്ക് പ്രിയങ്കരനായത്. 1993 തിരക്കഥാരചനയിലൂടെ സിനിമാ രംഗത്തെത്തി. 2003 പ്രിയദർശൻ സംവിധാനം ചെയ്ത വിദ്യാസാഗർ സംഗീതം നൽകിയ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലൂടെയാണ് ഗാനരചയിതാവ് എന്ന നിലകളായിരുന്നു. 40ഓളം നാടകങ്ങൾ എഴുതി. 21 വയസ്സിൽ തന്നെ ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്. കഥ എഴുതി തുടങ്ങിയ കാലത്താണ് B. രാജേന്ദ്ര പ്രസാദ് BR പ്രസാദ് എന്ന് പേര് മാറ്റിയത്. അതേ പേരിൽ മറ്റൊരു എഴുത്തുകാരനുണ്ട് എന്നറിഞ്ഞ് പേര് BR പ്രസാദ് എന്ന് മാറ്റി. കഥകളും ചന്ദ്രോത്സവം എന്ന നോവലും എഴുതി. തീർത്ഥാടനം എന്ന സിനിമയിൽ നാരായണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ എന്ന നിലയിലും ശ്രദ്ധേയനായി. സിനിമകൾ കൂടാതെ സംഗീത ആൽബങ്ങൾക്കും BR പ്രസാദ് രചന നിർവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരം പാറശാലയിൽ 7 മാസം ഗർഭിണിയായ യുവതിക്ക് പൊള്ളലേറ്റതിനെ തുടർന്ന് ഗർഭശിശു മരിച്ചു. മുരിയങ്കര സ്വദേശി ജയപ്രകാശിന്റെ ഭാര്യ അരുണിമയാണ് പൊള്ളലേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. കുഞ്ഞു മരിച്ചെങ്കിലും പുറത്തെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സംഭവ സമയത്ത് വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു. സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് അരുണിമയുടെ ബന്ധുക്കളുടെ ആരോപണം. ആശുപത്രിയിലെത്തിയ മജിസ്ട്രേറ്റ് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. BJP ഇതര സർക്കാരുകളെ നിയന്ത്രിക്കാനുള്ള ഉപകരണമായി കേന്ദ്രം ഗവർണർമാരെ ഉപയോഗിക്കുന്നുവെന്ന് DMK നേതാവ് കരിമൊഴി MP. BJPക്ക് ബദലായി പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കും. കേരളവുമായുള്ള ബന്ധം തമിഴ്നാട് വിലമതിക്കുന്നതായും കരിമൊഴി ന്യൂസ് 18നോട് പറഞ്ഞു. സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് തുടരുന്നു. രാവിലെ മുതൽ മണിക്കൂറുകൾ ക്യൂവിൽ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് പോലീസ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ദർശനശേഷം തീർത്ഥാടകർ സന്നിധാനത്ത് തുടരുന്നത് തിരക്ക് കൂടാൻ കാരണമായിട്ടുണ്ട്. 89,957 ഭക്തരാണ് ഇന്ന് വെർച്വൽ ബുക്കിംഗിലൂടെ ദർശനത്തിനായി എത്തിയത്. ശബരിമലയിൽ അരവണ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് ഗുണനിലവാരമില്ലാത്ത ഏലക്കയെന്നാണ് റിപ്പോർട്ട്. കീടനാശിനിയുടെ അംശം അടങ്ങിയ സുരക്ഷിതമല്ലാത്ത ഏലക്കയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ലാബിന്റെ പരിശോധനാ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ഏലക്ക വിതരണം സംബന്ധിച്ച് അയ്യപ്പ സ്പൈസസ് കമ്പനി നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ നടപടി. ലാബ് പരിശോധനാ റിപ്പോർട്ടടക്കം ഹൈക്കോടതി നാളെ പരിഗണിക്കും. കാറപടത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിനെ മുംബൈയിലേക്ക് മാറ്റി. കാൽമുട്ടിന് പരിക്കേറ്റ പന്തിനെ വിദഗ്ധ ചികിത്സയ്ക്കായാണ് മുംബൈയിലേക്ക് വിമാനമാർഗം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കാലിന്റെ ലിഗമെന്റിന് ശസ്ത്രക്രിയ നടത്തും. ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായാണ് റിപ്പോർട്ട്.